നാച്ചുറൽ ഹെയർ ഡേ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണ്, നമ്മുടെ ഹെന്ന. പക്ഷേ ഈ ഒരു മൈലാഞ്ചിപ്പൊടി നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മുടിയുടെ ഒരു കളർ, ഒരു റെഡിഷ് അപ്പിയർനെസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഹെന്ന യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മുടിക്ക് ഒരു റെഡ് കളർ ടെക്സ്ചർ വളരെ കൂടുതലായിരിക്കും, ഒരു റെഡിഷ്നെസ് ഉണ്ടാവും പൊതുവെ ആ ഒരു ഹെയറിലൊക്കെ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്യൂർലി നാച്ചുറൽ ഹെയർ ഡേ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ആ ഒരു റെഡ് കളർ, അതായത് മെഹന്തി ഉപയോഗിക്കുന്നുണ്ട്, ഹെന്ന ഉപയോഗിക്കുന്നതുകൊണ്ട് വരുന്ന ആ ഒരു റെഡ് കളർ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡേയും കൂടെയാണ്. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇൻഡിഗോ പൗഡറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നീലാമരി നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ഒരു കാലത്ത് തുണിയൊക്കെ കളർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു നീലാമരിയുടെ ഇല ഉണക്കി പൊളിച്ച ആ ഒരു പൗഡറാണ്. ഇതിനൊരു ബ്ലൂയിഷ് കളറിലെ ഒരു ഡൈ ആണ് ഉണ്ടാക്കുക. ഇത് ഒരു കാലത്ത് നമ്മളുടെ ഡെനിം ഡ്രസ്സസ് ഒക്കെ കളർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡൈ ആണിത്. അപ്പൊ ഈ ഒരു ഇൻഡിഗോ പൗഡർ, അതായത് നീലാമരിയുടെ ഇല ഉണക്കി പൊളിച്ച ഈ ഒരു പൗഡറാണ് ഇന്നത്തെ ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പ്യൂർലി ഓർഗാനിക് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കോഫി പൗഡറും ഗ്രാമ്പും നമ്മളുടെ ആ ഒരു ഇൻഡിഗോയുടെ കളറ് മാക്സിമം നമ്മുടെ മുടിയിൽ നിൽക്കാനായിട്ട്, ഒരുപാട് നാൾ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ മിക്സ്ചർ. അതിനായിട്ട് 2 വലിയ സ്പൂൺ ഇൻഡിഗോ പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് 3-3.5 സ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കാം. എൻ്റെ ഇപ്പോൾ ചെറിയ മുടി ആയതുകൊണ്ടാണ് ഞാനിതിൽ 2 സ്പൂൺ എടുക്കുന്നത്. ഈ ഒരു 2 സ്പൂൺ ഇൻഡിഗോ പൗഡർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഡിക്കോഷനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് വാട്ടറി ആയി പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഹെന്നയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ ആണ്. മറ്റേ നമ്മളുടെ കെമിക്കൽ ഡൈ ഒക്കെ നമ്മൾ ഇട്ടിട്ട് വെയിലത്തൊക്കെ ഇറങ്ങിയാൽ കണ്ണിൻ്റെ താഴെയും നെറ്റിയിലും ഒക്കെ കറുത്ത പാട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് സേഫ് ടു യൂസ് ആണ്, ഒരു പ്രശ്നവും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തൊരു ഡൈ ആണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരുപാട് വെള്ളമായി പോരുത്. ഒരുപാട് വെള്ളമായാൽ നമ്മുടെ തലയിൽ ആ മുടിയിൽ കളർ നന്നായിട്ട് പിടിക്കില്ല. ഒരു ഇച്ചിരി കൂടെ ഡിക്കോഷൻ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് 1 മണിക്കൂർ ഇതിങ്ങനെ വച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പം ഇത് ഏകദേശം ഒരു നല്ലൊരു കറുത്ത കളറിലൊരു ഡൈ ആയി മാറും. ഇത് ഇനിയിപ്പം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഇത് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മെഹന്തി ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഹെന്ന ചെയ്ത് കഴിഞ്ഞ് മുടി വാഷ് ചെയ്ത് മുടി ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഈ ഒരു ഇൻഡിഗോ ഡൈ അപ്ലൈ ചെയ്യാൻ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എത്ര വെളുത്ത മുടിയുണ്ടോ, ഗ്രേ ഹെയർ ഉണ്ടോ, അതെല്ലാം തന്നെ ഒരു റെഡിഷ് കളറാണ്. റെഡിഷ് കളറുള്ള മുടിയിൽ വേണം നമ്മളുടെ ഈ ഒരു ഇൻഡിഗോ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഓർത്ത് വയ്ക്കുക, വെറുതെ ഇൻഡിഗോ ഡൈ ഉപയോഗിച്ചാൽ കളറ് കിട്ടില്ല. ഓർക്കുക, ഹെന്ന ട്രീറ്റഡ് ഹെയറിൽ വേണം ഈ ഒരു ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യാനായിട്ട്.